ഇതാ നിന്റെ അമ്മ എന്നു പറഞ്ഞ് കാൽവരിയിൽ വെച്ച് പരിശുദ്ധ മറിയത്തെ മാനവകുലത്തിന്റെ മുഴുവൻ അമ്മയായി നിയോഗിച്ച് നൽകിയതു മുതൽ പരിശുദ്ധ മറിയം മനുഷ്യവംശത്തോടുള്ള തന്റെ സ്നേഹവും കരുതലും പ്രകടമാക്കിക്കൊണ്ടുള്ള അത്ഭുത കടന്നുവരവുകളും ഇടപെടലുകളും ആരംഭിച്ചു. സ്ലീഹന്മാരുടെ കാലങ്ങളിൽ തുടങ്ങിയ അമ്മയുടെ ഈ പ്രത്യക്ഷീകരണങ്ങൾ സഭയിൽ ഇന്നോളം തുടരുന്നു. 19-ാം നൂറ്റാണ്ടിൽ ഇപ്രകാരം അമ്മയുടെ പ്രത്യക്ഷീകരണങ്ങളാൽ പുണ്യഭൂമിയായി മാറിയ ഒരു കുഗ്രാമമായിരുന്നു ലൂർദ്. ലോകദൃഷ്ടിയിൽ അപരിഷ്കൃതവും അജ്ഞാതവുമായിരുന്ന ലൂർദിനെ ആഗോളതലത്തിൽ സുപ്രസിദ്ധവും ലോകത്തിലെ ഏറ്റവും വലിയ മരിയൻ തീർത്ഥാടന കേന്ദ്രവുമാക്കിയത് പരിശുദ്ധ അമ്മയുടെ സ്നേഹത്തിന്റെയും കരുതലിന്റെയും പ്രകടനങ്ങളായി മാറിയ അത്ഭുത പ്രത്യക്ഷീകരണങ്ങളായിരുന്നു. അജ്ഞതയുടെയും നിരക്ഷരതയുടെയും ഇടമായിരുന്ന ലൂർദിനെ ദൈവികതയുടെയും അത്ഭുതങ്ങളുടെയും വിളനിലമാക്കി മാറ്റിയ അമ്മയുടെ അത്ഭുത പ്രത്യക്ഷീകരണങ്ങളുടെ നാൾവഴികളിലൂടെയുള്ള ലൂർദ് വാലി ഓഫ് മിറക്കിൾസ് എന്ന പ്രോഗ്രാമിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. ലോകത്തിലെ 10,000 ലക്ഷത്തോളം വരുന്ന കത്തോലിക്കരുടെ അഭിമാനവും ആവേശവും ആത്മീയ വികാരവും ക്രൈസ്തവരുടെ വിശ്വാസ യാത്രയിൽ മാതൃവാത്സല്യവും സാന്ത്വനവും തുണയുമായി അവർക്ക് ഒരമ്മയുണ്ട് എന്ന് ലോകത്തോട് വിളിച്ചോതുന്ന സ്വർഗത്തിന്റെ അടയാളം. ലോകം നിസ്സാരയും വിലക്കെട്ടവളുമെന്ന് മുദ്രകുത്തിയവളെ അൾത്താര വണക്കത്തിലേക്ക് നയിച്ച അത്ഭുത പ്രത്യക്ഷീകരണങ്ങളുടെ ചരിത്രവേദി. വിശേഷണങ്ങൾ ഇങ്ങനെ നീളുകയാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും തീർത്ഥാടന പ്രവാഹമുള്ള മരിയൻ ബസിലിക്ക സ്ഥിതി ചെയ്യുന്ന ലൂർദിന് 1858 ലൂർദിൽ അരങ്ങേറിയ അസാധാരണ സ്വർഗീയ പ്രതിഭാസങ്ങളുടെ ചരിത്രമുറങ്ങുന്ന സ്ഥലം. അത്ഭുത പ്രത്യക്ഷീകരണങ്ങളിൽ ഏറിയതിലും പരിശുദ്ധ മാതാവ് നിന്നിരുന്ന സ്ഥലത്ത് തന്നെയാണ് ഗ്രോട്ടോ പണിതുയർത്തിയിട്ടുള്ളത്. ലോകത്തിന്റെ താൽക്കാലികതയും നിസ്സാരതയും അതിജീവിച്ച് സ്വർഗത്തിൽ എത്തിച്ചേരാനുള്ള ഒരു ജാലകമെന്ന അന്തരാർത്ഥത്തിൽ ഗ്രോട്ടോയ്ക്കുള്ളിൽ വാർത്തെടുത്തിരിക്കുന്ന തുറന്ന സ്ഥാനത്ത് പ്രതിഷ്ഠിച്ചിരിക്കുന്ന അമ്മയുടെ ജീവൻ തുടിക്കുന്ന രൂപം. ഒരിക്കലും പ്രാർത്ഥിക്കാത്തവരും ഇവിടെ വന്നാൽ അമ്മേ എന്ന് വിളിക്കുന്നതിലെയും നിരാശയിൽ ആഴ്ത്തപ്പെട്ടവർ പ്രത്യാശാപൂരിതരായി ഇവിടെ നിന്ന് മടങ്ങുന്നതിലെയും മാനസിക സംഘർഷങ്ങളിൽ അകപ്പെട്ടവർ ഇവിടെ ആന്തരിക സമാധാനത്താൽ നിറയപ്പെടുന്നതിൻ്റെയും രഹസ്യമെന്തെന്ന് ചോദിച്ചാൽ ഉത്തരം ഒന്നേയുള്ളൂ. അവൾ സ്വർഗം മനുഷ്യർക്കായി നൽകിയ അമ്മയാണ് എന്നത് തന്നെ. മക്കളുടെ വേദനയിലും കണ്ണുനീരിലും ആശ്വാസം പകരാൻ കഴിയുന്ന അമ്മയുടെ സാന്നിധ്യം അന്തരീക്ഷം മുഴുവനിലും നിശബ്ദ അലകളായി ഒഴുകിയെത്തുന്നതിന് അവിടെ സന്ദർശിച്ചിട്ടുള്ള കോടാനുകോടി തീർത്ഥാടകർ സാക്ഷികളാണ്. അവിടെയുള്ള അഭൗമിക ശക്തിയാൽ വൈദ്യശാസ്ത്രത്തിന് വിവരിക്കാൻ കഴിയാത്തതായി രേഖപ്പെടുത്തപ്പെട്ട 7000 അത്ഭുത രോഗസൗഖ്യങ്ങളും ഇതിനുള്ള സാക്ഷ്യങ്ങളാണ്. ഇവയിൽ 70 അത്ഭുതങ്ങൾ സഭ ഔദ്യോഗികമായി അംഗീകരിച്ചവയുമാണ്. പാറക്കൂട്ടങ്ങൾക്കിടയിൽ അതീവ സൗന്ദര്യത്തോടെയും മാതൃവാത്സല്യത്തോടെയും പ്രത്യക്ഷയായ പരിശുദ്ധ അമ്മയുടെ പാദസ്പർശമേറ്റ കല്ലുകൾ പോലും വിശ്വാസികൾ അമ്മയുടെ സ്നേഹത്തിന്റെ അടയാളങ്ങളായി ഏറ്റെടുത്തു കഴിഞ്ഞു. എന്റെ സ്വർഗം എന്നാണ് ബെർണദീത്ത ഗ്രോട്ടോയെ വിശേഷിപ്പിച്ചിട്ടുള്ളത്. ഫെബ്രുവരി 2 മുതൽ ഗ്രോട്ടോയ്ക്ക് മുന്നിൽ തുടർച്ചയായി മെഴുകുതിരികൾ കത്തിക്കൊണ്ടിരിക്കുന്നതും ലൂർദിന്റെ പ്രത്യേകതയാണ്.
1858 ഫെബ്രുവരി 25 കത്തുന്ന മെഴുകുതിരിയുമായി അമ്മയുടെ അടുക്കലെത്തിയ ബർണദീത്തയോട് അമ്മ തിരി അവിടെ കത്തിച്ചു വെക്കുവാൻ ആവശ്യപ്പെടുകയായിരുന്നു. തിരികൾ കത്തിച്ചുകൊണ്ടുള്ള വിശ്വാസ പ്രദക്ഷിണവും ലൂർദിന്റെ സവിശേഷതയാണ്. ിൽ പൊട്ടിപ്പുറപ്പെട്ട അത്ഭുത ഉറവയിൽ ഇന്നും ലക്ഷക്കണക്കിന് പേരുടെ രോഗങ്ങളിൽ ഔഷധമായി അത്ഭുത നീരുറവയായി നിലകൊള്ളുന്നു. ഭൂമിയുടെ വിവിധ കോണുകളിൽ നിന്നായി വീൽചെയറുകളിലും കിടക്കകളിലും രോഗികൾ ലൂർദ് ബസിലിക്കയിലും ഗ്രോട്ടോയിലും എത്തി പ്രാർത്ഥിച്ച് അത്ഭുത സൗഖ്യം സ്വന്തമാക്കുന്നു. തനിക്കായി ഒരു ചാപ്പൽ പണിയണമെന്നും അവിടെ ജനങ്ങൾ പ്രദക്ഷിണമായി എത്തണമെന്നുമുള്ള അമ്മയുടെ ആഹ്വാനമനുസരിച്ച് ഏപ്രിൽ മുതൽ ഒക്ടോബർ വരെ മാസങ്ങളിൽ നടത്തപ്പെടുന്ന ദിവ്യകാരുണ്യ പ്രദക്ഷിണങ്ങളിലും മുൻപന്തിയിൽ അണിനിരക്കുന്ന രോഗികൾ വിശ്വാസത്തിന്റെ നേർസാക്ഷ്യങ്ങളായി രൂപാന്തരപ്പെടുന്നു. ലൂർദിലെ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം വിളിച്ചറിയിച്ച് എല്ലാ ദിവസവും രാത്രി ജാതിമത ഭേദമന്യേ ആവേ മരിയ ഗാനങ്ങൾ ആലപിച്ച് ലോകമെമ്പാടും നിന്നും എത്തിച്ചേരുന്നവർ പ്രകാശവാഹകരായി ജപമാല ചൊല്ലി ഒരു മനമായി നടത്തുന്ന മരിയൻ പ്രദക്ഷിണങ്ങളും വിശ്വാസത്തിന്റെ സജീവ സാക്ഷ്യങ്ങളായി ചരിത്രം കുറിച്ചവയാണ്. മാതൃസ്നേഹത്തിന്റെ ദിവ്യാനുഭവത്തിൽ അവർണ്യമായ ശാരീരിക, മാനസിക, ആത്മീയ സൗഖ്യങ്ങൾക്ക് വേദിയാകുന്ന ലൂർദിലെ ചരിത്ര സംഭവങ്ങളുടെ വേരുകൾ ചെന്നെത്തുന്നത് ലൂർദിൽ 1844 ജനിച്ച ഒരു സാധു പെൺകുട്ടിയായിരുന്ന ബർണദീത്തയിലേക്കാണ്. മനുഷ്യദൃഷ്ടിയിൽ എടുത്തു പറയത്തക്ക മിടുക്കുകളോ സവിശേഷതകളോ ഇല്ലാതിരുന്ന അവളെ വിശുദ്ധിയുടെ ഉന്നത പടവുകളിലേക്ക് നയിച്ചത് മറിയത്തിന്റെ പ്രത്യക്ഷീകരണങ്ങൾക്ക് അവൾ അർഹയായി എന്നതായിരുന്നില്ല, മറിച്ച് സ്വർഗത്തിന്റെ പദ്ധതിയിലുള്ള അവളുടെ സമർപ്പണവും സഹകരണവും ലോകത്തിൽ അവൾ കാത്തു സൂക്ഷിച്ച വിശുദ്ധിയും വേർപാടുമായിരുന്നു. ഫ്രാൻസിലെ പിരണീസ് പർവ്വതനിരയുടെ താഴ്വരയിലുള്ള ലൂർദിലെ പാവപ്പെട്ട കുടുംബമായിരുന്ന സുബറീസ് കുടുംബത്തിലെ 6 മക്കളിൽ മൂത്തവളായിരുന്നു ബർണദീത്ത. കഠിനാധ്വാനം ചെയ്ത് അവളുടെ പിതാവ് ഫ്രാൻസിസ് സുബിറോസും മാതാവ് ലൂയിസായും രണ്ടറ്റവും കൂട്ടിമുട്ടിക്കുവാൻ നന്നായി പാടുപെട്ടു. രോഗങ്ങളും അപകടങ്ങളും തുടങ്ങി ദൗർഭാഗ്യങ്ങൾ ഒന്നിനു പിന്നാലെ ഒന്നായി സുബിറോസ് കുടുംബത്തിൽ വന്നുകൊണ്ടിരുന്നു. തടവുകാർക്ക് പോലും ഉപയോഗിക്കാൻ കഴിയാത്ത വിധം അനാരോഗ്യകരമായിരുന്നതിനാൽ ജയിലധികാരികൾ ഉപേക്ഷിച്ച ഒരു സ്ഥലത്ത് കൊടിയ ദാരിദ്ര്യത്തിൽ അവർ താമസമാക്കി. കുട്ടികളുടെ വിശപ്പിന്റെ കരച്ചിലുകൾക്ക് പരിഹാരം കണ്ടെത്തുവാൻ പലപ്പോഴും ആ ദമ്പതികൾക്ക് കഴിയാതെ വന്നു. ഇതായിരുന്നു ബർണദീത്തയുടെ കുട്ടിക്കാലം. തന്റെ അനുജൻ ഒരിക്കൽ വിശപ്പ് സഹിക്കാനാകാതെ മെഴുക് വാരിക്കഴിക്കുന്ന രംഗം ബർണദീത്തയെ വല്ലാതെ വിഷമിപ്പിച്ചു. ദുരിതങ്ങൾക്കുമേൽ ദുരിതമെന്ന് പറഞ്ഞ പോലെ 1855 ബർണദീത്തയ്ക്ക് കോളറ പിടിപെട്ടു. ഇതിനുള്ള ചികിത്സയുടെ പരിണിത ഫലമായി ക്ഷയവും ആസ്മയും ജീവിതകാലം മുഴുവൻ അവളെ വേട്ടയാടുകയും ചെയ്തു. രോഗം മൂലം തനിക്ക് ലഭിച്ച പ്രത്യേക പരിഗണനയും ഭക്ഷണ പോഷകാദികളും മാതാപിതാക്കൾ അറിയാതെ ബർണദീത്ത തന്റെ സഹോദരങ്ങളുമായി പങ്കുവച്ചിരുന്നു. പട്ടിണിയുടെയും ദാരിദ്ര്യത്തിന്റെയും പ്രതിഫലനമായിരുന്ന ബർണദീത്തയുടെ ജയിൽ സമാനമായ വീട് ഇന്ന് തീർത്ഥാടകരുടെ പ്രവാഹ കേന്ദ്രമായി സംരക്ഷിക്കപ്പെടുകയും ആദരിക്കപ്പെടുകയും ചെയ്യുന്നതിലെ ദൈവിക പ്രവൃത്തി എത്രയോ വർണ്ണനാതീതമാണ്. കാര്യങ്ങൾ കൂടുതൽ ഗുരുതരമാക്കിക്കൊണ്ട് ബർണദീത്തയുടെ പിതാവ്
മോഷണക്കുറ്റത്തിന് ജയിലിലാകുകയും സുബിറോസ് കുടുംബം വല്ലാതെ തകർക്കപ്പെടുകയും ചെയ്തു. എന്നാൽ ആ നാളുകളിൽ പ്രാർത്ഥനയിലും പരസ്പര സഹകരണത്തിലും സ്നേഹത്തിലും ആ കുടുംബം പ്രകടിപ്പിച്ച ധൈര്യം ഏവരെയും അതിശയിപ്പിച്ചു. ഈ അവസരത്തിലാണ് തന്റെ വളർത്തമ്മ മരിയ ലാഗസിന്റെ ആടുകളെ മേയിച്ച് കുടുംബത്തിന് ഒരു ചെറിയ വരുമാന മാർഗത്തിനായി ബെർണദീത്ത ബാരട്രസിലേക്ക് താമസം മാറ്റിയത്. അന്നത്തെ പതിവനുസരിച്ച് ഇടയ പെൺകുട്ടികൾ ചെയ്യാറുള്ളതുപോലെ അവളും കൊന്ത കയ്യിൽ കരുതുകയും പുൽമേടുകളിൽ അൾത്താരയുണ്ടാക്കി കൊന്ത ചെല്ലുകയും ചെയ്യുമായിരുന്നു. ആദ്യ കുർബാന സ്വീകരണത്തിനുള്ള ആഗ്രഹം ശക്തമായതിനെ തുടർന്ന് അവൾ ലൂർദിലേക്ക് മടങ്ങി ആദ്യ കുർബാനയ്ക്കായി തീഷ്ണതയോടെ ഒരുങ്ങിക്കൊണ്ടിരുന്നു. തന്റെ അജ്ഞതയെക്കുറിച്ചും ഓർമ്മക്കുറവിനെക്കുറിച്ചും പരിശുദ്ധ അമ്മയുടെ നിഷ്പക്ഷ സ്നേഹത്തെക്കുറിച്ചും ബെർണദീത്ത ഇപ്രകാരം വിനയപൂർവ്വം എഴുതുകയുണ്ടായി. ഈ ഭൂമിയിൽ എന്നേക്കാൾ കൂടിയ അജ്ഞയും മണ്ടിയുമായ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നെങ്കിൽ മാതാവ് അവളെ തിരഞ്ഞെടുക്കുമായിരുന്നു. അതെ, സ്വർഗത്തിനാവശ്യം ലോകദൃഷ്ടിയിലെ ധനികരെയും വിദ്യാസമ്പന്നരെയുമല്ല, ദൈവഹിതത്തോട് വിധേയത്വവും സമർപ്പണവുമുള്ളവരെയാണ്. അതിന് ഉത്തമ ഉദാഹരണമായിരുന്നു വിശുദ്ധ ബെർണദീത്തയുടെ തിരഞ്ഞെടുപ്പും നിയോഗവും. 1858 ഫെബ്രുവരി 11 തണുത്തുമൂടിയ ഒരു ദിവസം. വിറക് തീർന്നതിനാൽ ബെർണദീത്തയും സഹോദരിയും കൂട്ടുകാരിയും കൂടി മസ്ബിയാല താഴ്വരയിലേക്ക് വിറക് തേടി യാത്രയായി. പോകുന്ന വഴി ഒരു നദി ഉണ്ടായിരുന്നു. ഏറെ വെള്ളമില്ലാതിരുന്നതിനാൽ അവളുടെ കൂട്ടാളികൾ നദി കുറുകെ കടന്നു. എന്നാൽ വെള്ളത്തിന്റെ തണുപ്പ് ആരോഗ്യത്തെ പ്രതികൂലമായി ബാധിക്കുമെന്നതിനാൽ ബെർണദീത്ത കടന്നില്ല. വെള്ളം തൊടാതെ കടക്കാനുള്ള ശ്രമങ്ങൾ വിഫലമായപ്പോൾ അവൾ നദി കടക്കാൻ തീരുമാനിച്ചു. പിന്നെ സംഭവിച്ചതിനെപ്പറ്റി അവൾ തന്നെ എഴുതുന്നു. ഞാൻ എന്റെ ചെരുപ്പഴിച്ചു. കാലുറ മാറ്റാൻ തുടങ്ങിയപ്പോൾ ഒരു ശബ്ദം കേട്ടു, കാറ്റ് വീശുന്നത് പോലെ. ഞാൻ മുഖമുയർത്തി പുൽമേടിലേക്ക് നോക്കി. ഒന്നും കണ്ടില്ല. വീണ്ടും കാലുറ അഴിക്കാൻ തുടങ്ങി. ശബ്ദം പിന്നെയും ആവർത്തിച്ചു. പാറക്കൂട്ടത്തിനടുത്ത് വെള്ളവസ്ത്രം ധരിച്ച് നീല അരക്കെട്ടുമായി അതീവ സുന്ദരിയായ ഒരു സ്ത്രീയെ ഞാൻ കണ്ടു. വീണ്ടും വീണ്ടും ഞാൻ കണ്ണടച്ച് തുറന്നു. ആ സ്ത്രീ അവിടെ തന്നെ നിൽക്കുന്നു. ഞാൻ ഉടനെ പോക്കറ്റിൽ കൊന്ത പരതി. എനിക്ക് അതിശയവും പേടിയും തോന്നി. അപ്പോൾ ആ സ്ത്രീ കയ്യിലുണ്ടായിരുന്ന കൊന്ത എടുക്കുകയും കുരിശു വരയ്ക്കുകയും ചെയ്തു. അതീവ സുന്ദരിയായ ആ സ്ത്രീയുടെ മുന്നിൽ മുട്ടുകുത്തി കൊന്ത ചൊല്ലാൻ ആരംഭിച്ചു. കൊന്ത തീർന്നപ്പോൾ അടുത്തേക്ക് ചെല്ലാൻ ആംഗ്യം കാണിച്ചു. പക്ഷേ എനിക്ക് ചലിക്കാനായില്ല. ഉടനെ ആ രൂപം മറഞ്ഞു. ദർശനം കഴിഞ്ഞിട്ടും അടങ്ങാനാവാത്ത വിധം ബെർണദീത്ത പാറയിൽ മുട്ടുകുത്തി നിന്നു. ആ ദൃശ്യം കാണാൻ അവളുടെ മിഴികൾ വീണ്ടും ആഗ്രഹിച്ചു. പെട്ടെന്ന് ബെർണദീത്തയ്ക്ക് വന്ന മുഖഭാവ വ്യത്യാസവും മുട്ടുകുത്തിയുള്ള പ്രാർത്ഥനയും കൂട്ടുകാരികളെ അതിശയിപ്പിച്ചു. കാര്യം തിരക്കിയ അവരോട് ആരോടും പറയരുതെന്ന് പറഞ്ഞ് ബെർണദീത്ത സംഭവിച്ചതെല്ലാം പറഞ്ഞു. എന്നാൽ അവളുടെ അനിയത്തി വള്ളിപുള്ളി വിടാതെ എല്ലാം വീട്ടിൽ പറഞ്ഞു. അമ്മ ബെർണദീത്തയെ കടുത്ത രീതിയിൽ ശകാരിക്കുകയും മസ്ബിയലയിൽ പോകുന്നതിനെ വിലക്കുകയുമാണ് ഉണ്ടായത്. ആ സുന്ദര ദർശനത്തിന്റെ അവാച്യമായ അനുഭൂതിക്ക് തിരിച്ചടി എന്നോണമുണ്ടായ അവിശ്വാസത്തിന്റെയും ശകാരത്തിന്റെയും അന്തരീക്ഷത്തിൽ ആ 14-കാരി പൊട്ടിക്കരഞ്ഞു. സ്വർഗീയ കൂടിക്കാഴ്ചയ്ക്കായി അവളുടെ ഹൃദയം വെമ്പിക്കൊണ്ടിരുന്നു. ലൂർദിലെ ആ ഇടയ പെൺകുടിയിലൂടെ അമ്മയ്ക്ക് ലോകത്തിന് തന്റെ സന്ദേശം നൽകണമായിരുന്നു. താൻ പറയുന്നതെല്ലാം ഒന്നും കൂട്ടാതെയും കുറയ്ക്കാതെയും അവൾ ലോകത്തെ അറിയിക്കുമെന്ന് അമ്മയ്ക്ക് അറിയാമായിരുന്നു.
പ്രത്യക്ഷപ്പെടലുകൾ തുടരുകയും ഒടുവിൽ അമ്മ അവളോട് സംസാരിക്കുകയും ചെയ്തു. അമ്മ ആവശ്യപ്പെട്ടതെല്ലാം ഏറ്റവും നിഷ്കളങ്കതയോടെ അവൾ കേൾക്കുകയും അനുസരിക്കുകയും ചെയ്തു. പ്രത്യക്ഷീകരണങ്ങൾ സംഭവിച്ചതിനെ പറ്റിയുള്ള വാർത്തകൾ കാട്ടുതീ പോലെ പടർന്നു. ഇടവക വികാരിയുടെ ആവശ്യപ്രകാരം വീണ്ടും സംഭവസ്ഥലത്ത് പോയ ബർണദീത്തെ അനുഗമിക്കാൻ കുറെ പേരുണ്ടായിരുന്നു. അവിടെ എത്തി അവർ മുട്ടുകുത്തി കൊന്ത ചൊല്ലാൻ ആരംഭിച്ചു. പുഞ്ചിരിച്ചുകൊണ്ട് വീണ്ടും തനിക്ക് മുന്നിലെത്തിയ ആ സ്ത്രീക്ക് നേരെ വിശുദ്ധ ജലം തളിച്ചുകൊണ്ട് അവൾ പറഞ്ഞു, നീ ദൈവത്തിൽ നിന്നാണ് വരുന്നതെങ്കിൽ മുന്നോട്ട് വരിക, അല്ലെങ്കിൽ ദൂരെ പോവുക. അവൾ പറഞ്ഞതനുസരിച്ച് മുന്നോട്ട് വന്ന ആ സ്ത്രീക്ക് നേരെ ചലിക്കാനാവാതെ നിന്ന ബർണദീത്തയുടെ മുഖം പ്രകാശമാനമായി. പ്രത്യേകിച്ചൊന്നും പറയാതെ ആ സ്ത്രീ അവളുടെ ദൃഷ്ടികളിൽ നിന്ന് മറഞ്ഞു. ഫെബ്രുവരി 18 വീണ്ടും പാറക്കെട്ടുകൾക്ക് മുന്നിലെത്തിയ ബർണദീത്തയോട് ആദ്യമായി ഏറ്റവും മാധുര്യമേറിയ സ്വരത്തിൽ അമ്മ പറഞ്ഞു, നിനക്ക് ഈ ലോകത്തിൽ ഞാൻ സന്തോഷം വാഗ്ദാനം ചെയ്യുന്നില്ല, മറിച്ച് പരലോകത്തിൽ നീ സന്തോഷവതിയായിരിക്കും. 15 ദിവസത്തേക്ക് ഇവിടെ വരാൻ നിനക്ക് ദയയുണ്ടാകുമോ? തുടർന്ന് ഫെബ്രുവരി 19, 20, 21 തീയതികളിൽ തുടർച്ചയായി അമ്മ വരികയും ബർണദീത്തയെ അനുഗമിച്ചവരുടെ എണ്ണം സംഖ്യാതീതമാവുകയും ചെയ്തു. ഇതേ തുടർന്ന് പോലീസ് അവളെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി പരുക്കൻ ഭാഷയിൽ ചോദ്യം ചെയ്യുകയും ഇനി മസബിയയിൽ പോകരുതെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. എന്നാൽ ആ സ്ത്രീക്ക് കൊടുത്ത വാക്ക് തെറ്റിക്കാനാവില്ലെന്നായിരുന്നു അവളുടെ മറുപടി. 22 അവൾ പോയെങ്കിലും അമ്മ വന്നില്ല. 23 അവളെ അനുധാവനം ചെയ്യാൻ അഭിഭാഷകരും സൈന്യാധിപനും ഡോക്ടറും മറ്റു പല അധികാരികളും ഉണ്ടായിരുന്നു. പ്രത്യക്ഷീകരണ സമയത്ത് അവളിൽ വന്ന അമാനുഷിക രൂപാന്തരീകരണം അവരെയെല്ലാം വിസ്മയിപ്പിച്ചു. അവൾക്ക് ഒരു തകരാറുമില്ലെന്നും അവളുടെ ശാരീരിക മാനസിക നിലകൾ സാധാരണമാണെന്നും ഡോക്ടർ വിലയിരുത്തി. പാപികളുടെ മാനസാന്തരത്തിനായി പ്രാർത്ഥിക്കുവാൻ ആ സ്ത്രീ തന്നെ ഉപദേശിച്ചതായി അവൾ പിന്നീട് വെളിപ്പെടുത്തി. 24 തീയതി 8ാമത്തെ പ്രത്യക്ഷീകരണ വേളയിൽ പതിവിന് വിപരീതമായി അവളുടെ മുഖത്ത് വിഷാദം രസിച്ചു. സ്ത്രീയുടെ വാക്കുകൾ ആവർത്തിച്ചുകൊണ്ടെന്ന പോലെ അവൾ ഉരുവിട്ടു, പ്രായശ്ചിത്തം, പ്രായശ്ചിത്തം, പ്രായശ്ചിത്തം. പിറ്റേ ദിവസം 9ാമത്തെ പ്രത്യക്ഷീകരണ സമയത്ത് മുട്ടിന്മേൽ നിന്ന ബർണദീത്ത ഏതോ ആജ്ഞ കേട്ടാൽ എന്ന പോലെ എഴുന്നേറ്റ് ഒരു പ്രത്യേക സ്ഥാനത്തിരുന്ന് കൈകൾ കൊണ്ട് നിലം കുഴിക്കാൻ തുടങ്ങി. അവിടെ നിന്ന് ഉത്ഭവിച്ച ചെളിവെള്ളത്തിൽ മുഖം കഴുകുകയും അത് കുടിക്കുകയും ചെയ്തു. ആ ഉറവയാണ് പിന്നീട് ആയിരങ്ങൾക്ക് സൗഖ്യം പകരുന്ന ലൂർദിലെ ഔഷധ ഉറവയായി ചരിത്രം കുറിച്ചത്. പിറ്റേന്ന് പാപികളുടെ പാപപരിഹാരാർത്ഥം അവൾ സ്ത്രീയുടെ നിർദ്ദേശപ്രകാരം ഭൂമിയെ ചുംബിക്കുകയുണ്ടായി. പ്രത്യക്ഷീകരണങ്ങൾ തുടർന്നു. ഉറവയും അതിലൂടെ സംഭവിച്ച അത്ഭുതങ്ങളും പ്രത്യക്ഷീകരണങ്ങളുടെ വിശ്വസനീയതയ്ക്ക് കാരണമായി. മാർച്ച് 2 അമ്മ വന്നത് കൃത്യമായ ഒരു പ്രത്യേക സന്ദേശവുമായിട്ടായിരുന്നു. നീ പോയി വൈദികരോട് ഇവിടെ പ്രദക്ഷിണമായി വരുവാനും ഒരു പള്ളി പണിയാനും ആവശ്യപ്പെടുക. അമ്മ ഇതേ ആവശ്യം വീണ്ടും ആവർത്തിക്കുകയും ബർണദീത്ത ഇക്കാര്യം അച്ഛനെ അറിയിക്കുകയും ചെയ്തെങ്കിലും അദ്ദേഹം വിശ്വസിക്കാൻ തയ്യാറായിരുന്നില്ല. മാർച്ച് 25 വൈദികന്റെ നിർദ്ദേശപ്രകാരം അവൾ ആ സ്ത്രീയോട് പേര് ചോദിച്ചു. അനുഗ്രഹം ചൊരിയുന്നത് പോലെ തന്റെ കരങ്ങൾ ഭൂമിയിലേക്ക് നീട്ടിയ ശേഷം ആ സ്ത്രീ പറഞ്ഞു, ഞാൻ അമലോത്ഭവയാണ്.
4 വർഷങ്ങൾക്ക് മുമ്പ് 9-ാം പിയൂസ് പാപ്പ വിശ്വാസ സത്യമായി പ്രഖ്യാപിച്ച ആ വാക്ക് ബർണദീത്ത കേട്ടിട്ടുപോലുമില്ലായിരുന്നു. മറന്നു പോകാതിരിക്കാനായി ആ വാക്ക് ഉരുവിട്ടുകൊണ്ട് അവൾ വൈദികന്റെ അടുക്കിലേക്ക് ഓടി. ബർണദീത്തയുടെ നിരക്ഷരതയും ഓർമ്മക്കുറവും നന്നായി അറിയാമായിരുന്ന വൈദികന് ഈ വെളിപ്പെടുത്തൽ അവളുടെ പ്രത്യക്ഷീകരണങ്ങളിലെ സ്ത്രീ പരിശുദ്ധ കന്യകാമറിയമാണെന്ന ഉറച്ച വിശ്വാസത്തിന് നിദാനമായി. ദർശനങ്ങൾ തുടരുകയും ദർശനവേളയിൽ അവൾ കയ്യിലിരുന്ന തിരിയിലെ ജ്വാലയെ സ്പർശിച്ചെങ്കിലും അവൾക്ക് പൊള്ളലേൽക്കാത്തത് അത്ഭുത പ്രതിഭാസമായി ഡോക്ടർമാർ കുറിക്കുകയും ചെയ്തു. ജൂലൈ 16 കർമ്മല മാതാവിന്റെ തിരുനാൾ ദിനത്തിലായിരുന്നു അവൾക്ക് അമ്മയുടെ 18ാമത്തെയും അവസാനത്തെയും ദർശനം ഭൂമിയിൽ വെച്ച് ലഭിച്ചത്. ദർശനം കഴിഞ്ഞയുടൻ അവിടെയുള്ള കല്ലിലിരുന്ന് സ്വർഗം ഭൂമിയെ തൊട്ട പുണ്യസ്ഥലം അവൾ വീണ്ടും പ്രാർത്ഥനാപൂർവം ആസ്വദിക്കുകയും ധ്യാനിക്കുകയും ചെയ്തു. ആരാലും അറിയപ്പെടാതെ ആടുകളെ മേച്ചു നടന്ന ഇടയ ബാലികയായിരുന്ന ബർണദീത്തയെ പണം കൊടുത്ത് സ്വാധീനിക്കാൻ ഒരു ഭാഗത്ത് ശ്രമങ്ങൾ നടന്നു. മറുവശത്ത് അവളെ ഭ്രാന്തിയെന്നും പിശാചു ബാധിതയെന്നും ചിലർ മുദ്രകുത്തി. തന്റെ ഭൗമിക ജീവിതം സൗഭാഗ്യകരമായിരിക്കുകയില്ല എന്നുള്ള അമ്മയുടെ വാക്കുകൾ ഉൾക്കൊണ്ട അവൾ പാപികളുടെ മാനസാന്തരത്തിനായി ജീവിതം സമർപ്പിച്ച് സന്യാസ ജീവിതം തിരഞ്ഞെടുത്തു. നീണ്ട പഠനങ്ങൾക്കും ഗവേഷണങ്ങൾക്കും ഒടുവിൽ ലൂർദിലെ ദൈവമാതാവിന്റെ പ്രത്യക്ഷീകരണത്തിന് സഭ അംഗീകാരം നൽകുകയും ചെയ്തു. സഭ ഔദ്യോഗികമായി നിയമിച്ച പ്രത്യേക സംഘം നീണ്ട പഠനങ്ങൾക്കും വിലയിരുത്തലുകൾക്കും ശേഷം 1862 ജനുവരി 18 ഇപ്രകാരം പ്രസ്താവിച്ചു: അമലോത്ഭവയായ കന്യകാമറിയം ലൂർദിലെ ബർണദീത്ത സോബറൂസിന് മാസബലിയിലെ ഗ്രോട്ടോയിൽ 1858 ഫെബ്രുവരി 11 മുതൽ 18 പ്രാവശ്യം പ്രത്യക്ഷപ്പെട്ടുവെന്ന് ഞങ്ങൾ സ്ഥിരീകരിച്ച് പ്രഖ്യാപിക്കുന്നു. മാതാവ് പല പ്രാവശ്യം പ്രകടിപ്പിച്ച ആഗ്രഹത്തിന്റെ പൂർത്തീകരണത്തിന് ഒരു തീർത്ഥാടന കേന്ദ്രം ഗ്രോട്ടോയോട് ചേർന്ന സ്ഥലത്ത് പണിയുന്നതായിരിക്കും. ബർണദീത്തയാകട്ടെ സിസ്റ്റേഴ്സ് ഓഫ് നെവേഴ്സിന്റെ സ്ഥാപനത്തിൽ ചേർന്ന് ആ സഭയിൽ അംഗമായി. ലൂർദിൽ നിന്ന് നെവേറിൽ സ്ഥലം മാറിയെത്തിയ അവൾ സഹോദരിമാർക്ക് എഴുതി: നിങ്ങൾ ഗ്രോട്ടോയിൽ പോകുമ്പോൾ അവിടെ ഞാനുണ്ടാകും. ഞാൻ ഒത്തിരി സ്നേഹിക്കുന്ന ആ പാറക്കെട്ടിൽ എൻ്റെ ആത്മീയ സാന്നിധ്യം നിങ്ങൾക്ക് അനുഭവവേദ്യമാകും. അവിടെ സമയം ചെലവഴിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. എന്നാൽ ഞാൻ അവിടെ വന്നാൽ പരിശുദ്ധ കന്യക അവഗണിക്കപ്പെടും. അവളുടെ രോഗം മൂർച്ഛിച്ചുകൊണ്ടിരുന്നു. 1879 ഏപ്രിൽ 16 35ാമത്തെ വയസ്സിൽ ലൂർദിൽ നിന്നും ലോകം മുഴുവനിലേക്കും ദൈവമാതാവിന്റെ സ്നേഹത്തിന്റെ അടയാളമായി മാറിയ ആ ഇടയ പെൺകുട്ടി നിത്യമായ ദൈവമഹത്വത്തിലേക്ക് യാത്രയായി. 30 വർഷങ്ങൾക്ക് ശേഷം നെവറിലെ മെത്രാന്റെയും മറ്റ് സാക്ഷികളുടെയും സാന്നിധ്യത്തിൽ അവളുടെ ശവകുടീരം തുറക്കപ്പെടുകയും യാതൊരു അഴുകലും ബാധിക്കാതെ അവളുടെ ശരീരം പരിപൂർണമായി സംരക്ഷിക്കപ്പെട്ടതായി കണ്ടെത്തുകയും ചെയ്തു. നെവേഴ്സിലെ ദേവാലയത്തിൽ ആ എളിയ വിശുദ്ധയുടെ പുണ്യശരീരം ഇന്നും വണക്കത്തിലുണ്ട്. ലൂർദാകട്ടെ അത്ഭുതങ്ങളുടെ താഴ്വരയായി ചരിത്രം സൃഷ്ടിക്കുകയും അവിടെ ഒരു ബസിലിക്ക പണിതുയർത്തപ്പെടുകയും ചെയ്തു. വിശുദ്ധ ജോൺ പോൾ II പാപ്പ 3 പ്രാവശ്യം ലൂർദിലെത്തി വിശുദ്ധ ബർണദീത്തയെ അനുകരിച്ച് പാപികളുടെ മാനസാന്തരത്തിനായി നിലം ചുംബിച്ച് പ്രാർത്ഥിച്ചിരുന്നു. പ്രത്യക്ഷീകരണങ്ങളുടെ 150-ാം വാർഷികത്തോടനുബന്ധിച്ച് ലൂർദിലെ പരിശുദ്ധ മറിയത്തിന്റെ സാന്നിധ്യം നേരിട്ട് അനുഭവിക്കാൻ എമിരിറ്റസ് ബെനഡിക്ട് 16 പാപ്പയും ആ പുണ്യസ്ഥലം സന്ദർശിച്ചു.
ചരിത്ര താളുകളിൽ ഉറങ്ങുന്ന പഴമൊഴിയോ കെട്ടുകഥയോ അല്ല ലൂർദിലെ പ്രത്യക്ഷീകരണങ്ങൾ. ലോകാവസാനത്തോളം മനുഷ്യമക്കളുടെ മാതൃത്വം വരമേൽപ്പിക്കപ്പെട്ട നമ്മുടെ സ്വർഗീയ അമ്മയുടെ സ്നേഹത്തിന്റെ പ്രഘോഷണമായി ഇന്നും അവിടെയുള്ള ഗ്രോട്ടോയും അത്ഭുത ഉറവയും നിലകൊള്ളുന്നു. നശിക്കുന്ന ആത്മാക്കളെ പ്രതിയുള്ള അമ്മയുടെ വ്യാകുലവും കണ്ണുനീരും അവിടെ തളം കെട്ടി നിൽക്കുന്നുണ്ട്. മാനസാന്തരത്തിനുള്ള അവസരങ്ങൾക്കായി ചുരുങ്ങിയ കാലം മാത്രം ശേഷിക്കുന്ന ഇന്നിന്റെ പശ്ചാത്തലത്തിൽ തന്നോട് ചേർന്ന് സ്വർഗത്തെ നിറയ്ക്കാനുള്ള ആത്മീയ യുദ്ധത്തിൽ മുന്നേറാനുള്ള അമ്മയുടെ ക്ഷണവും ലൂർദിൽ നിന്നും ഭൂമിയുടെ അതിർത്തികളിലേക്ക് അലയടിക്കുന്നുണ്ട്.